ഈ ബ്ലാക്ക് ബോക്സ് കേടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ബോക്സ് ഇന്ത്യയിൽ ഡീകോഡ് ചെയ്യാൻ പറ്റില്ല. അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ ഉള്ള ഒരു അടവാണോ എന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഈ എത്രയും ക്രാഷ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിവുള്ള ബ്ലാക്ക് ബോക്സിനും കേടുപാടുകൾ കമ്പനിയുടെ പ്രശ്നമാണ് അല്ലെങ്കിൽ എയർക്രാഫ്റ്റിൻ്റെ തകരാറ് മൂലമാണ് ഇത് നടന്നതെന്ന് വെക്കുകയാണെങ്കിൽ ബോയിങ് കമ്പനിക്ക് മാത്രമല്ല, ഈ ബോയിങ് ഫ്ലൈ ചെയ്യുന്ന എല്ലാ എയർലൈൻസിനും അത് വളരെ വളരെ ലോസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പൈലറ്റ് എററാക്കി മാറ്റി അല്ലെങ്കിൽ ഒരു കമ്പനി എററാക്കി മാറ്റി കഴിയുകയാണെങ്കിൽ ബോയിങ്ങിന് രക്ഷപ്പെടാം. ചിലപ്പോൾ ഇത് അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത്. ജൂൺ 12-ന് 242 പേരുമായി അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ ബോയിങ് 787-8 ഡ്രീം ലൈനർ വിമാനം പറന്നുയർന്ന നിമിഷങ്ങൾക്കകം അഹമ്മദാബാദ് മേഘാനി നഗറിൽ തകർന്നു വീണ സംഭവത്തിന്റെ ഞെട്ടലിൽ നിന്ന് രാജ്യം ഇതുവരെ മുക്തരായിട്ടില്ല. ഇതിനിടയിലാണ് അപകടത്തിന്റെ നിർണായക വിവരങ്ങളടങ്ങിയ ബ്ലാക്ക് ബോക്സിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന വിവരവും പുറത്തുവരുന്നത്. ഇതിലെ വിവരങ്ങൾ വീണ്ടെടുക്കാൻ ബ്ലാക്ക് ബോക്സ് അമേരിക്കയിലേക്ക് അയക്കേണ്ടി വരുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് യഥാർത്ഥ ദുരന്ത വിവരങ്ങൾ അട്ടിമറിക്കാൻ ഇടയാക്കുമെന്ന് വ്യോമയാന രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇതിന് പിന്നാലെ വീണ്ടും വലിയ തരത്തിലുള്ള ദുരൂഹതകൾ വിമാന ദുരന്തത്തെപ്പറ്റി വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരിക്കുകയാണ്. വ്യോമയാന വിദഗ്ധൻ ക്യാപ്റ്റൻ ദിലീപ് ദസ്മണ്ട് സാറാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. കഴിഞ്ഞ ദിവസം വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രാഥമിക സംശയങ്ങൾ പങ്കുവെച്ച വീഡിയോ 1 മില്യണിലധികം ആളുകൾ കണ്ടിരുന്നു. കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിലുണ്ട്. ചർച്ചയിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യമേ പറയട്ടെ, അഹമ്മദാബാദ് വിമാന അപകടത്തിൽ അട്ടിമറി സാധ്യത ഉണ്ടെന്നോ ദുരൂഹത സംശയിക്കുന്നതായോ സർക്കാർ ഇതുവരെ അറിയിച്ചിട്ടേയില്ല. സർക്കാർ സംവിധാനങ്ങളോ അന്വേഷണ ഏജൻസികളോ അത്തരത്തിൽ ഒരു പ്രസ്താവന നടത്താത്തിടത്തോളം കാലം ഞങ്ങളും അക്കാര്യം പറയുന്നില്ല. സാധാരണക്കാർക്ക് അറിയേണ്ടുന്ന ചില വസ്തുതകൾ മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. സ്വാഗതം ക്യാപ്റ്റൻ ദിലീപ് ദസ്മണ്ട് സാർ. നമസ്കാരം സാർ, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വിഷയത്തിൽ ചർച്ച നടത്തിയപ്പോൾ വിമാന അപകടത്തിൽ ദുരൂഹത ഒന്നുമില്ലെന്നും വിശ്വാസ് കുമാറിന്റെ രക്ഷപ്പെടൽ ഭാഗ്യം കൊണ്ട് മാത്രമാണ് എന്നും എമർജൻസി ഡോർ ആർക്കും തുറക്കാൻ കഴിയില്ല എന്നും സാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ആദ്യം ചോദിക്കാനുള്ളത് ബ്ലാക്ക് ബോക്സിനെ കുറിച്ചാണ്. ഒരു വിമാന അപകടത്തെ പറ്റിയുള്ള നിർണായക വിവരങ്ങൾ ബ്ലാക്ക് ബോക്സിൽ നിന്നാണല്ലോ ലഭിക്കുന്നത്. എന്താണ് ബ്ലാക്ക് ബോക്സ് എന്ന് വിശദീകരിക്കാമോ? ഓക്കെ, ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട് എയർക്രാഫ്റ്റിൽ. ഒന്ന് DFDR എന്ന് പറയും, ദാറ്റ് ഈസ് ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡേറ്റ കമ്പ്യൂട്ടർ. ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന എയർക്രാഫ്റ്റിൻ്റെ ഏറ്റവും ടെയിൽ അറ്റത്താണ്. ഓക്കെ, രണ്ടാമത്തത് കോക്പിറ്റ് വോയിസ് റെക്കോർഡ്, അത് CVR എന്ന് പറയും. അത് കോക്പിറ്റിനകത്ത് നടക്കുന്ന എല്ലാ സംഭാഷണങ്ങളും റെക്കോർഡ് ചെയ്യുന്നതാണ് കോക്പിറ്റ് വോയിസ് റെക്കോർഡ്, ദാറ്റ് ഇസ് CVR. മറ്റേത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ DFDR. അപ്പോൾ എന്തുകൊണ്ടാണ് DFDR ഏറ്റവും പുറകിൽ ടെയിൽ സെക്ഷനിൽ വെക്കുന്നതെന്ന് വെച്ചാൽ, സാധാരണ ഒരു എയർക്രാഫ്റ്റ് ക്രാഷ് ചെയ്യുകയാണെങ്കിൽ ആ ടെയിൽ ഏരിയയാണ് ഏറ്റവും സേഫ് എന്ന് കൺസിഡർ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ DFDR ടെയിൽ ഏരിയയിൽ അവർ വെച്ചിരിക്കുന്നത്. ഈ DFDR ആക്ച്വലി ക്രാഷ് പ്രൂഫ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് എത്ര വലിയ അപകടം വന്നാലും അത് കത്തിപ്പിടിക്കില്ല, അത് എക്സ്പ്ലോഡ് ചെയ്യില്ല. അത് അണ്ടർ വാട്ടറിൽ പോയാൽ, കടലിനടിയിൽ പോയാൽ പ്രഷർ കാരണം അത് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് DFDR എന്നുള്ളത്. ഈ ദുരന്തത്തിനിടയാക്കിയ ബോയിങ് 787-8 ഡ്രീം ലെയർ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് ബോക്സിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചതിനാൽ വിവരം ശേഖരിക്കാൻ തടസ്സമുണ്ട് എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ദുരന്തത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കില്ലേ? ഒപ്പം എന്തിനാണ് ഈ ബ്ലാക്ക് ബോക്സ് അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നതിനെ ചിലർ എതിർക്കുന്നത്? ഈ ഒരു ആക്സിഡൻറ്റ് നടന്നത് എയർക്രാഫ്റ്റ് വളരെ വലിയ സ്പീഡ്, ഏകദേശം 250 കിലോമീറ്റർ അതിന് മുകളിൽ ഉള്ള സ്പീഡിൽ വന്ന്, അതും 250 ടൺ എബവ് വെയ്റ്റുമായിട്ട് വരുന്ന ഒരു എയർക്രാഫ്റ്റ് ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങിൽ വന്ന് ഇടിച്ച് ആണ് ഈ ആക്സിഡൻറ്റ് നടന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ എത്രയും ക്രാഷ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിവുള്ള ബ്ലാക്ക് ബോക്സിനും കേടുപാടുകൾ
എന്നുള്ള ഒരു ഇതെനിക്കുണ്ട്. ഞാൻ എല്ലാം ഫുൾ പ്രൂഫാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ബ്ലാക്ക് ബോക്സ് കേടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് ബോക്സ് ഇന്ത്യയിൽ ഡീകോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ ഉള്ള ഒരു അടവാണോ എന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് കേടുണ്ട്, ഇത് നിങ്ങൾ തുറന്നാൽ ഇത് നിങ്ങൾക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ തുറന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഡേറ്റയും കറപ്റ്റായി പോകും എന്നൊക്കെ പറഞ്ഞ് അവർക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് ബോയിങ് കമ്പനി അല്ലെങ്കിൽ അമേരിക്കയുടെ NTSB, നാഷണൽ ഐ തിങ്ക് ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബോർഡ്, ഇവരാണ് ഇത് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു ആക്സിഡൻറ്റിൻ്റെ ആക്ച്വൽ കോസ് കണ്ടുപിടിച്ച് അത് കമ്പനിയുടെ പ്രശ്നമാണ് അല്ലെങ്കിൽ എയർക്രാഫ്റ്റിൻ്റെ തകരാറ് മൂലമാണ് ഇത് നടന്നതെന്ന് വെക്കുകയാണെങ്കിൽ ബോയിങ് കമ്പനിക്ക് മാത്രമല്ല, ഈ ബോയിങ് ഫ്ലൈ ചെയ്യുന്ന എല്ലാ എയർലൈൻസിനും അത് വളരെ വളരെ ലോസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇത് അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത്. അതുകൊണ്ടാണ് ഇന്ത്യയിലുള്ള പൈലറ്റ്സ് അസോസിയേഷൻ, ഈ ഫാൽപ്പ എന്ന് പറയും, അവരുടെ ഹെഡും അവരുടെ ആൾക്കാരും കൂടെ ഇന്ത്യൻ റെഗുലേറ്ററിനും ഏവിയേഷൻ മിനിസ്റ്ററിനും എല്ലാം കോഡിൽ ഒരുപാട് ഇത് ചെയ്യാൻ പ്രഷർ ഇടാൻ ഉള്ള ഇത് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഇന്ത്യയിൽ തന്നെ ഇത് ചെയ്യണം, അതല്ല ഇത് അമേരിക്കയിൽ കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സും കൂടെ വേണം. കാരണം ഒരു വിധത്തിലും ഇത് മാനിപ്പുലേറ്റ് ചെയ്ത് ഇതിൻ്റെ ആക്ച്വൽ കോസ് അവർ മാറ്റിക്കളയരുത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, പണ്ട് ബോയിങ് 737 മാക്സ് എയർക്രാഫ്റ്റ്, ലയൺ എയറിൻ്റെ ഒരു എയർക്രാഫ്റ്റ് ഇന്തോനേഷ്യയിൽ ക്രാഷ് ചെയ്തപ്പോൾ അവരുടെ ആദ്യത്തെ ഇതായിരുന്നു, ഇത് പൈലറ്റ് എററാണ്, ഇത് കമ്പനിക്ക് ഒരു പ്രശ്നവുമില്ല. ചില റേസസ് റിമാർക്സ് പോലും അവർ നടത്തി, ഏഷ്യൻസിൽ നിന്ന് ഫ്ലൈ ചെയ്യാൻ അറിയത്തില്ല, അവർ എയർലൈൻ പൈലറ്റ്സിൻ്റെ തെറ്റുകൊണ്ടാണ് നടന്നതെന്ന്. എന്നാൽ രണ്ടാമതൊരു ഇഥോപ്യൻ എയർലൈൻസിൽ ഇതേ എയർക്രാഫ്റ്റിൻ്റെ ക്രാഷ് നടന്നപ്പോഴാണ് അവർക്ക് ഇത് സീരിയസ് ആക്കി എടുക്കേണ്ടി വന്നതും പിന്നെ ഉള്ള എൻക്വയറീസും ഇതുമെല്ലാം ബോയിങ്ങിൻ്റെ നേരെയാണ് ഈ തെറ്റ് എന്തുകൊണ്ട് ഈ തെറ്റ് വന്നതെന്നുള്ളത് ബോയിങ് കമ്പനിയാണ് ഇതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയതും പിന്നെ അതിന് അവർ റെക്ടിഫൈ ചെയ്യുകയും എല്ലാം ചെയ്തത്. അപ്പം ഒരു പൈലറ്റ് എററാക്കി മാറ്റി അല്ലെങ്കിൽ ഒരു കമ്പനി എററാക്കി മാറ്റി കഴിയുകയാണെങ്കിൽ ബോയിങ്ങിന് രക്ഷപ്പെടാം. അല്ലെങ്കിൽ ഒരു നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ എയർപോർട്ട് അതോറിറ്റി അല്ലെങ്കിൽ ATC അങ്ങനെ ആരുടെയെങ്കിലും മേലൊരു കുറ്റം ഇടുവാണെങ്കിൽ ബോയിങ് കമ്പനി രക്ഷപ്പെടും ഒരുപാട്, അല്ലെങ്കിൽ അവർക്ക് വളരെ വളരെ നഷ്ടമുണ്ടാകുന്നതാണ്. സോ അതാണ് ഈ ബ്ലാക്ക് ബോക്സ് ഇന്ത്യയിൽ തന്നെ ചെയ്യണമെന്ന് പല എക്സ്പേർട്സും പറയുന്നത്. ഈ വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് പലതരം നിഗമനങ്ങളും പ്രസ്താവനകളും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ശരിക്കും ഒരു അട്ടിമറി സാധ്യത നമ്മൾ സംശയിക്കേണ്ട എന്നാണോ നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം സാറിന്റെ ഒരു നിഗമനം? ഒരു അട്ടിമറി ആണെന്നോ ഇല്ലെന്നോ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ അതൊരു സ്പെക്കുലേഷൻ ആയിരിക്കും. എന്തുകൊണ്ടാണ് ഈ ആക്സിഡൻറ്റ് നടന്നതെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. കാരണം അത് ചിലപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ കോർട്ട് ഓഫ് എൻക്വയറി നടന്ന് റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ നമ്മളെല്ലാം പറയുന്നതിനും 180 ഡിഗ്രി ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവം നടന്നത്. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ നടക്കാൻ സാധ്യതയുണ്ടെന്ന് വേണമെങ്കിൽ ചെയ്യാം. അട്ടിമറിക്കാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ പൈലറ്റ് ഇറങ്ങാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ എഞ്ചിൻ തകരാറാൻ സാധ്യതയുണ്ട്, അങ്ങനെ പല പല സാധ്യതകളുണ്ട്. അപ്പം എന്താണെന്ന് പറയാനുള്ള ഒരു ഇത് നമുക്കിപ്പോൾ ഇല്ല. അത് DFDR ഡീകോഡ് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ കോക്പിറ്റ് വോയിസ് റെക്കോർഡറും ഡീകോഡ് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ. ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള അന്വേഷണങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വഴിത്തിരിവുണ്ടാകുമോ ഈ ഒരു അന്വേഷണത്തിൽ? തീർച്ചയായിട്ടും ഇതിന് എന്തുകൊണ്ടാണ് ഈ ആക്സിഡൻറ്റ് നടന്നതെന്നുള്ള കാര്യം DFDR ഡീകോഡ് ചെയ്താൽ മനസ്സിലാകും. പക്ഷേ അതൊരു ഇൻഡിപെൻഡൻറ്റ് ഏജൻസി അത് ചെയ്യണം. നമ്മൾ ബോയിങ് കമ്പനിക്ക് മാത്രമായി അത് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അത് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വിമാന ദുരന്തത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരേ ഒരു യാത്രക്കാരനാണ് ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ വിശ്വാസ് കുമാർ. വിമാനം പറന്നുയരുന്നതിനിടെ വിശ്വാസ് കുമാർ എമർജൻസി വാതിലുകൾ തുറന്നതാണ് അപകടത്തിന് കാരണമായത് എന്ന നിലയിലായിരുന്നു യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നത്.
സാറ് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഇത് തെറ്റാണ് എന്ന് കൃത്യമായി പറയുകയും ചെയ്തതാണ്. പക്ഷേ അപ്പോഴും പലർക്കുമുള്ള സംശയം, കെട്ടിടത്തിൽ ഇടിച്ച് കത്തിയെരിയുന്ന വിമാനത്തിൽ നിന്ന് ഒരാൾ എങ്ങനെ വലിയ പരിക്കില്ലാതെ രക്ഷപ്പെടും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 250 ടണ്ണിൽ കൂടുതൽ വെയിറ്റ് ഉള്ള ഒരു എയർക്രാഫ്റ്റ് ഒരു 250 കിലോമീറ്ററിൽ വേഗതയിൽ കൂടുതൽ വന്ന് ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങിൽ ഇടിക്കുമ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ വളരെ വളരെ സാധ്യത കുറവാണ്. പക്ഷെ എന്നാലും ചില സമയത്ത് ആ ഇമ്പാക്റ്റ് കാരണം ഒരു ഡോറ് തെറിച്ചു പോകാം, അതിനകത്തുള്ള ആൾക്കാർ തെറിച്ചു പോകാം. ചിലപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് ഉള്ള ആ ഒരു അപ്പം ഇതിന് മുമ്പേ നടന്നൊരു ക്രാഷിൽ 11A അതേ സീറ്റിലുള്ള ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. സോ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു ലക്കെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വിശ്വാസിന്റെ ഭാഗ്യം എന്നൊക്കെ പറയാം, ദൈവത്തിന്റെ അനുഗ്രഹം എന്നൊക്കെ പറയാം. എങ്കിലും സീറ്റ് ബെൽറ്റ് ഇട്ടാണല്ലോ എല്ലാവരും വിമാനത്തിലിരിക്കുന്നത്. പറന്നുയരുന്ന സമയമാണ്. അപ്പോൾ അപകടം സംഭവിച്ച ഉടനെ ഈ സീറ്റ് ബെൽറ്റ് അഴിച്ച് ചാടി രക്ഷപ്പെടൽ സാധ്യമാണോ? അതും അത്രയും വലിയ അപകടത്തിനിടയ്ക്ക് സീറ്റ് ബെൽറ്റ് ഒക്കെ അഴിക്കാനുള്ള സമയം കിട്ടുമോ? സീറ്റ് ബെൽറ്റ് അടിക്കുന്ന ഒരു വലിയ കാര്യമല്ല. ഒരു ചെറിയ ബക്കിൾ നമ്മൾ നമ്മുടെ ഒരു ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് ഒന്ന് വലിച്ചാൽ മാത്രം മതി, സീറ്റ് ബെൽറ്റ് ഊരി വരും. അപ്പോൾ സീറ്റ് ബെൽറ്റ് അടിക്കുന്ന ഒരു വലിയ കാര്യമല്ല. അദ്ദേഹത്തിന് ആ സമയത്ത് സീറ്റ് ബെൽറ്റ് ഊരുക, ചിലപ്പം ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് ഫ്ലൈറ്റിൽ പാസഞ്ചറായിട്ട് വയ്ക്കുമ്പോൾ ചില സമയത്ത് ടേക്ക് ഓഫ് ചെയ്ത ഉടനെ ആൾക്കാർ സീറ്റ് ബെൽറ്റ് ഊരിയിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അത് ചെയ്തുകൂടാ, പക്ഷേ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. സോ അതുകൊണ്ട് ആ ഒരു റീസൺ അതൊരു സീറ്റ് ബെൽറ്റ് ഊരുന്നത് ഒരു വലിയ വിഷമമുള്ള കാര്യമൊന്നുമല്ല. പ്രേക്ഷകരോടായിട്ട് ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഈ വിമാനാപകടത്തിൽ പങ്കുണ്ട് എന്ന് സംശയിച്ച് വിശ്വാസ് കുമാർ രമേശിനെ അറസ്റ്റ് ചെയ്തതായി സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചാരണം നടന്നിരുന്നു. അപകടം നടന്ന 48 മണിക്കൂറിനുള്ളിൽ തന്നെ ബ്രിട്ടീഷ് പൗരനായ വിശ്വാസിനെ അറസ്റ്റ് ചെയ്തതായാണ് വീഡിയോയിൽ പറയുന്നത്. എന്നാൽ വിശ്വാസ് രമേശിനെ ഒരു കേസിലും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് അഹമ്മദാബാദ് സിറ്റി സെക്ടർ 2 അഡീഷണൽ പോലീസ് കമ്മീഷണർ ജയ്പാൽ സിംഗ് റാത്തോഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടി ഇവിടെ ഞങ്ങൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് പ്രേക്ഷകരെ. സാർ, മറ്റൊരു കാര്യമുള്ളത്, വിശ്വാസ് കുമാറിനെ പോലെ 11A സീറ്റിലിരുന്ന് വിമാന ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട തായ് നടനും ഗായകനുമായ ജെയിംസ് റുവാൻസാക് ലോയ് ടുസാക്കിന്റെ അനുഭവം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതാണ്. സാറും അത് ശ്രദ്ധിച്ചതാണ്. ഇത്തരത്തിൽ വിമാന അപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട ആരുടെയെങ്കിലും അനുഭവങ്ങൾ സാറിന് പ്രേക്ഷകരോട് പങ്കുവെക്കാനുണ്ടോ? വിമാനത്തിൽ പല ക്രാഷിൽ പല ആൾക്കാരും ഒരുപാട് ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവരുമായിട്ടൊന്നും പേഴ്സണലായിട്ട് എനിക്ക് ഇതില്ല. പക്ഷേ ഞാൻ തന്നെ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഞാൻ തന്നെ 2 വിമാന ക്രാഷിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് മിലിറ്ററി എയർക്രാഫ്റ്റ്സ് ആയിരുന്നു എന്ന് മാത്രം. സാറ് തന്നെ 2 വിമാന അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു, അത് അത്ഭുതമാണ്. എങ്കിൽ അത് പ്രേക്ഷകർക്കായിട്ട് ആ അനുഭവം ഒന്ന് തീർച്ചയായിട്ടും പങ്കുവെക്കേണ്ടതാണ്. സാറൊന്ന് ആ അനുഭവം പങ്കുവെക്കാമോ? ആദ്യത്തേത് 1987 ഞാൻ ഫ്ലൈയിങ് തുടങ്ങിയ സമയത്തായിരുന്നു. അത് എനിക്ക് ആകെ ഉണ്ടായിരുന്ന 250 മണിക്കൂർ ഫ്ലൈയിങ് അവേഴ്സ് മാത്രമായിരുന്നു. അന്ന് ഞാൻ ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന എയർക്രാഫ്റ്റ് കിരൺ ജെറ്റ് ട്രെയിനർ എന്നുള്ള എയർക്രാഫ്റ്റ് ആയിരുന്നു. ആ സമയത്ത് ഞാൻ നേവിയിലായിരുന്നു. അപ്പം ഡാബിലും ഗോവ എയർപോർട്ടിൽ നിന്നും ഞങ്ങൾ ഒരു 8 എയർക്രാഫ്റ്റ് ഫോർമേഷൻ എന്ന് വെച്ചാൽ ഈ ക്ലോസ് ഫോർമേഷനായിട്ട് പോകുന്ന ഒരു എയറോബാറ്റിക് ടീം പോലെ ഒരു 8 എയർക്രാഫ്റ്റ്സ് ക്ലോസ് ഫോർമേഷനായിട്ട് ഫ്ലൈ ചെയ്തു. അത് എല്ലാവരെയും ഒന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു. ഇത്രയും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും, 8 എയർക്രാഫ്റ്റ് ഒരുമിച്ച് ഒരു ക്ലോസ് ഫോർമേഷനിൽ ചെയ്യാൻ പോകും. അപ്പം അങ്ങനെ ഓരോ എയർക്രാഫ്റ്റായിട്ട് എല്ലാം ലാൻഡ് ചെയ്തു. എൻ്റെ പൊസിഷൻ 4ാമത്തെ ആയിരുന്നു. അപ്പം ഞാൻ 4ാമത്തെ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി ഡൗൺ വിൻഡിൽ വന്ന് നമ്മുടെ ഗിയർ ഡൗൺ വിൻഡിലാണ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഗിയർ താഴെ ഇടുന്നത്. ഞാൻ ഗിയർ താഴെ ഇട്ടപ്പോൾ എൻ്റെ ഒരു മെയിൻ ഗിയർ താഴെ വന്നില്ല. അപ്പം ഞാൻ ATC വിളിച്ച് പറഞ്ഞു. പിന്നെ അതേപോലെ ഈ ഗിയറിൻ്റെ പൊസിഷൻ എന്താണെന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ ATCയുടെ മുമ്പിൽ കൂടി ഫ്ലൈ ചെയ്യും, വളരെ താഴ്ന്ന് ഫ്ലൈ ചെയ്യും. അപ്പം അവർ ബൈനോക്കുലേഴ്സ് എല്ലാം വെച്ച് നോക്കിയിട്ട് പറയും ഈ ഗിയർ പൊങ്ങിയിരിക്കുകയാണോ താഴ്ന്നിരിക്കുകയാണോ എന്ന്. അങ്ങനെ ഞാൻ ബാക്കി എല്ലാ എയർക്രാഫ്റ്റും ലാൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ഈ എയർക്രാഫ്റ്റ് ATCയുടെ മുമ്പിൽ കൂടി ഫ്ലൈ ചെയ്തു. അപ്പോൾ അവർ എന്നെ അറിയിച്ചു അത് റൈറ്റ് മെയിൻ ഗിയർ ആയിരുന്നു. ആ ഗിയർ താഴെ വന്നിട്ടില്ല, അത് പൊങ്ങി തന്നെ ഇരിക്കുകയാണെന്നുള്ള. അപ്പം ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് 2 ഗിയറിൽ അതാണ് മെയിൻ ലെഫ്റ്റ് ഗിയറും പിന്നെ മെയിൻ നോസ് ഗിയറും വെച്ച് ലാൻഡ് ചെയ്യേണ്ടി വരും.
അപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞു ഞാൻ മുകളിലോട്ട് പോകുകയാണ്, എനിക്ക് കുറച്ച് ജി ഫോഴ്സസ് എന്ന് പറയും, നമ്മൾ പെട്ടെന്ന് എയർക്രാഫ്റ്റ് നല്ല ഹൈ സ്പീഡിൽ ടേൺ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഈ ജി ഫോഴ്സസിൻ്റെ ഹെൽപ്പ് കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഈ ഗിയറിനെ താഴ്ത്തിയിടാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് മാനുവേഴ്സ് ഞാൻ മുകളിൽ പോയി ചെയ്തു. പക്ഷേ അതൊന്നും കൊണ്ട് ഈ ഗിയർ താഴെ വന്നില്ല. അവസാനത്തെ ഇത് ഏറ്റവും നമ്മൾ കഴിയുന്നതും എത്രയും ഫ്യൂവൽ കുറയ്ക്കുക, ലോവസ്റ്റ് ഫ്യൂവൽ വെച്ചിട്ട് വന്ന് ലാൻഡ് ചെയ്യുക. കാരണം ഫ്യൂവൽ കൂടുതലാണെങ്കിൽ തീ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ പിന്നെ അവസാനം ലാൻഡ് ചെയ്യാൻ വന്ന് ലാൻഡ് ചെയ്തു. പക്ഷേ ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സ്പീഡ് കഴിയുമ്പോൾ നമുക്ക് വിങ്സിൻ്റെ ലിഫ്റ്റ് നഷ്ടപ്പെടും. അപ്പോൾ ഒരു 65 നോട്ടിക്കൽ മൈൽ സ്പീഡ്, ഏകദേശം ഒരു 100 to 120 സ്പീഡിൽ ആയപ്പോഴത്തേക്ക് ഈ വിങ്ങിൻ്റെ ലിഫ്റ്റ് നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ നഷ്ടപ്പെട്ട വിങ് തറയിൽ തട്ടി. അപ്പോൾ തറയിൽ തട്ടിയപ്പോഴത്തേക്ക് ആ എയർക്രാഫ്റ്റ് വളരെ സ്പീഡിൽ റൈറ്റിലോട്ട് ടേൺ ചെയ്തു. റൈറ്റ് വിങ് ആയിരുന്നു, റൈറ്റ് മെയിൻ അണ്ടർ കാരേജ്. അപ്പോൾ റൈറ്റ് വിങ് തറയിൽ തട്ടിയപ്പോഴത്തേക്ക് എയർക്രാഫ്റ്റ് റൈറ്റിലോട്ട് ടേൺ ചെയ്തു. അപ്പം ആ സമയത്ത് ഗോവയുടെ റൺവേ എക്സ്റ്റൻഷൻ നടക്കുകയായിരുന്നു. അപ്പം അവർ അന്ന് 8250 ഫീറ്റ് റൺവേ ആയിരുന്നു അതിൻ്റെ ലെങ്ത്. അപ്പോൾ അവരതിനെ 11250 ഫീറ്റ് ആക്കി മാറ്റി. ആ മാറ്റിയ സമയത്തായിരുന്നു ഞങ്ങൾ ലാൻഡ് ചെയ്യുന്നത്. പക്ഷേ അവിടുന്ന് കുഴിച്ച മണ്ണുകളെല്ലാം അവർ ഈ റൺവേയുടെ സൈഡിൽ കൊണ്ടിട്ടിരുന്നു. അപ്പം ഞാൻ റൈറ്റിലോട്ട് ടേൺ ചെയ്ത എയർക്രാഫ്റ്റ് റൺവേയുടെ ഇത് വിട്ടു ഈ ഹമ്പിലോട്ട് എയർക്രാഫ്റ്റ് കയറി. പക്ഷേ സ്പീഡ് ഇല്ലാത്തതുകൊണ്ട് അത് ഒന്ന് പൊങ്ങി, ഹമ്പിൽ കയറി ഒന്ന് പൊങ്ങി നിലത്തടിച്ച് വീണു. ഓക്കെ, ഞാൻ പെട്ടെന്ന് എല്ലാം എഞ്ചിനൊക്കെ ഓഫ് ചെയ്തു, പെട്ടെന്ന് ഇറങ്ങി എയർക്രാഫ്റ്റ് ഒന്ന് ഓടി രക്ഷപ്പെട്ടു. ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു വന്നു. എല്ലാം ശരിയാണ്. അപ്പം എയർക്രാഫ്റ്റ് എക്സ്പ്ലോഡ് ഒന്നും ചെയ്തില്ല. പക്ഷേ എയർക്രാഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ്. നമ്മൾ ഒരു എയർക്രാഫ്റ്റിന് 3 ടൈപ്പ് ഓഫ് ഇതാണ് പറയുന്നത് സാധാരണ. ഒന്ന്, ഒരു എയർക്രാഫ്റ്റിന് ഇൻസിഡൻറ്റ് ഉണ്ടാവും. രണ്ടാമത്തത് ഒരു എയർക്രാഫ്റ്റിൻ്റെ ആക്സിഡൻറ്റ് ഉണ്ടാവും. പക്ഷേ മൂന്നാമത്തത് നമ്മൾ ക്രാഷ് എന്ന് പറയുന്നത് എയർക്രാഫ്റ്റ് കംപ്ലീറ്റ്ലി റിട്ടേൺ ഓഫ് എന്ന് പറയും. അത് BER എന്ന് പറയും, ബിയോണ്ട് എക്കണോമിക്കൽ റിപ്പയേഴ്സ്. അപ്പോൾ ഈ എയർക്രാഫ്റ്റിന് സംഭവിച്ചതാണ്, അത് കംപ്ലീറ്റ് ആയിട്ട് ക്രാഷായി. അപ്പോൾ BER ഉള്ള ഇതില്ല. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു വന്നു. പിന്നെ ബോർഡ് ഓഫ് എൻക്വയറി എല്ലാം നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ കണ്ടുപിടിച്ചത് ഈ എയർക്രാഫ്റ്റ് ഓവർഹോൾ ചെയ്തത് HAL ബാംഗ്ലൂരിലായിരുന്നു. അപ്പോൾ ഈ ഓവർഹോൾ ചെയ്യുന്ന സമയത്ത് ചെയ്ത ഒരു ടെക്നീഷ്യൻ ഒരു നട്ട് അറിയാതെ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ വീണുപോയി. ആ നട്ട് കാലക്രമേണ ഹൈഡ്രോളിക് ഫ്ലൂയിഡിൻ്റെ പ്രഷർ കാരണം വന്ന് അണ്ടർ കാരേജിൻ്റെ ഇതിൽ വന്ന് അവിടെ അത് ഒരു ഒബ്സ്ട്രക്ഷനായിട്ട് നിന്നു. അങ്ങനെയാണ് അണ്ടർ കാരേജ് താഴോട്ട് വരാതിരുന്നത്. തകർന്നു വീണ ബോയിങ് വിമാനത്തിന്റെ ഒരു എഞ്ചിൻ മാറ്റി പുതിയത് വെച്ചിരുന്നുവെന്ന് എയർ ഇന്ത്യ കഴിഞ്ഞ ദിവസം അറിയിച്ചതാണ്. 2025 മാർച്ചിലായിരുന്നു വിമാനത്തിന്റെ വലതുവശത്തെ എഞ്ചിൻ മാറ്റിവെച്ചത്. ഇടതുവശത്തെ എഞ്ചിന്റെ പ്രവർത്തനം തൃപ്തികരമാണ് എന്നാണ് ഏപ്രിൽ മാസത്തിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തിയിരുന്നത് എന്നുമാണ് എയർ ഇന്ത്യ കഴിഞ്ഞ ദിവസം അറിയിച്ചത്. അപകടത്തിന് കാരണം വിമാനത്തിന്റെ 2 എഞ്ചിനുകളും പ്രവർത്തനരഹിതമായതാണ് എന്ന വാദം ഇതോടെ ഇല്ലാതാകുകയല്ലേ? എഞ്ചിൻ സുരക്ഷിതമായിരുന്നുവെങ്കിൽ പിന്നെ എങ്ങനെയാണ് അപകടം സംഭവിച്ചിട്ടുണ്ടാവുക? ഓക്കെ, എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ള ആൻസർ എനിക്ക് സത്യത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ എഞ്ചിൻ എപ്പോഴും സുരക്ഷിതമാണ്, അല്ലെങ്കിൽ ആ എഞ്ചിൻ കൊണ്ട് നമ്മൾ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യില്ല. എന്താണ് ആ എഞ്ചിന് പറ്റിയത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. എഞ്ചിൻ സുരക്ഷിതമാണ്, എന്തുകൊണ്ട് എഞ്ചിൻ ഫ്ലെയിം ഔട്ടായി, അതും എന്തുകൊണ്ട് എഞ്ചിൻ ഫ്ലെയിം ഔട്ടായെന്ന് ഞാൻ പറയാൻ പാടില്ല. പക്ഷേ ഇപ്പം പല വീഡിയോസും പല ഇതും വരുന്നുണ്ട്. എയർക്രാഫ്റ്റിൻ്റെ റാറ്റ് എന്ന് പറയുന്ന റാം ടർബൈൻ ഡിപ്ലോയ് ചെയ്തു. ഓക്കെ, അപ്പം അതിൽ മാത്രമല്ല ആ എയർക്രാഫ്റ്റ് പൊങ്ങിയതിന് ശേഷം ഒരു ലെവൽ വരെ 625 അടി പൊങ്ങിയെന്നാണ് പറയുന്നത്. അതിൽ നിന്ന് അത് പിന്നെ താന്ന് വന്ന് ഈ ഇതിലിടിച്ചത്. അപ്പം എഞ്ചിൻ്റെ പവർ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ എയർക്രാഫ്റ്റ് താന്നു പോകില്ല, അത് പൊങ്ങിപ്പോവുകയേ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം ഏകദേശം അഹമ്മദാബാദ് റൺവേ 225 അടി ഹൈറ്റുള്ളതാണ്. അപ്പം 650 അടിയെന്ന് വെക്കുകയാണെങ്കിൽ 625 അടിയെന്ന് വെച്ചാൽ ഇത് 400 അടി മാത്രമേ ഈ എയർക്രാഫ്റ്റ് ആക്ച്വലി തറയിൽ നിന്നും പൊങ്ങിയുള്ളൂ. അപ്പം അത് കഴിഞ്ഞാൽ ആ സമയത്ത് എഞ്ചിൻ എന്തോ തകരാറ് പറ്റി കാണും, അതുകൊണ്ടായിരിക്കണം അത് താഴോട്ട് വന്നത്. സാർ ഇപ്പോൾ സൂചിപ്പിച്ച റാം എയർ ടർബൈൻ
വിമാനത്തിന് പുറത്തേക്ക് വന്നതിനെക്കുറിച്ച് ക്യാപ്റ്റൻ സ്റ്റീവും ചില നിഗമനങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ റാറ്റിനെ പറ്റി ഒന്ന് കൂടുതൽ വിശദീകരിക്കാമോ? ഏതൊക്കെ അവസ്ഥകളിലാണ് റാറ്റ് പുറത്തേക്ക് വരുന്നത്? ഓക്കെ, റാറ്റ് എന്ന് പറയുന്നത് ഒരു എമർജൻസി പവർ എയർക്രാഫ്റ്റിന് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്. ഓക്കെ, അപ്പം ഈ റാറ്റ് 4 കണ്ടീഷൻസിൽ അതിന് താഴോട്ട് വരാൻ പറ്റും, താഴോട്ട് വരും. അത് ഏറ്റവും ഒന്നാമത്തെ കണ്ടീഷനാണ് 2 ഇഞ്ചിനും ഫെയിൽ ആയാൽ ഈ റാറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിപ്ലോയ് ചെയ്യും. രണ്ടാമത്തെ കണ്ടീഷൻ, എയർക്രാഫ്റ്റിൻ്റെ ഫുൾ ഹൈഡ്രോളിക് സിസ്റ്റം ഫെയിലിയർ വരികയാണെങ്കിലും ഈ റാറ്റ് താഴോട്ട് വരും. മൂന്നാമത്തെ കണ്ടീഷൻ, ഫുൾ ഇലക്ട്രിക്കൽ ഫെയിലിയർ വരികയാണെങ്കിലും ഈ റാറ്റ് താഴോട്ട് വരും. നാലാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ പൈലറ്റിന് ഈ റാറ്റിനെ ഓപ്പറേറ്റ് ചെയ്യാം. ഒരു സ്വിച്ച് ഉണ്ട്, ആ സ്വിച്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ റാറ്റ് താഴോട്ട് വരും. പക്ഷേ ഇതിൽ ഒരു കാര്യം എനിക്ക് എടുത്ത് പറയേണ്ടതുണ്ട്. ഒരു എയർക്രാഫ്റ്റിൽ, ഒരു വർക്കിംഗ് എയർക്രാഫ്റ്റ്, അതായത് ഇഞ്ചിൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എയർക്രാഫ്റ്റിനകത്ത് ഫുൾ ഹൈഡ്രോളിക് ഫെയിലിയറോ ഫുൾ ഇലക്ട്രിക്കൽ ഫെയിലിയറോ വരാൻ ഒരു ചാൻസും ഇല്ല. കാരണം അത്രയും മാത്രം റിഡൻഡൻസി ഉള്ള ഒരു സിസ്റ്റമാണ് ഉള്ളത്. അപ്പോൾ 2 ഇഞ്ച്, അപ്പം മോസ്റ്റ് ലൈക്ലി 2 ഇഞ്ചിൻ ഫെയിലിയർ ആയാൽ മാത്രമേ റാറ്റ് വരാൻ ചാൻസ് ഉള്ളൂ.